LDF ഹർത്താളിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുക. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് നൽകും ഇടുക്കിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. വിഷ്ണു, 6 മണിക്കാണ് LDFന്റെ ഹർത്താൽ തുടങ്ങുക. ഇതിനോടകം ഹർത്താൽ തുടങ്ങിക്കാണണം ജില്ലയിൽ. ഒപ്പം തൊടുപുഴയാണ് ശ്രദ്ധാകേന്ദ്രം. അവിടേക്കാണ് ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്നത്. എത്രമാത്രം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലാകെ? പ്രജൻ ഒരു 7 മണിയോടുകൂടിയായിരിക്കും ഹർത്താൽ അതിന്റെ പൂർണ്ണ തോതിലേക്ക് സജീവമാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ബസ്സുകളും അതോടൊപ്പം തന്നെ ചില കടകളും എല്ലാം തുറന്നിട്ടുണ്ട്. 7 മണിയോടുകൂടി കുറച്ചും കൂടി സജീവമായി കടകളൊക്കെ അടക്കും. പക്ഷേ കടകളൊന്നും തന്നെ നിർബന്ധിച്ചടപ്പിക്കില്ല എന്ന് നിലവിൽ LDF ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അയ്യപ്പ ഭക്തർക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. മരണാനന്തര ചടങ്ങിനും വിവാഹത്തിനും എല്ലാം പോകുന്ന ആളുകളെ എല്ലാം പൂർണ്ണമായും സംരക്ഷിക്കും. അവർക്കൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് LDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രതിഷേധം പ്രധാനമായും ഗവർണർക്കെതിരെയാണ്. അതായത് ഇന്ന് രാജ്ഭവനിലേക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ് പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ രാജ്ഭവൻ മാർച്ച്. അന്നേ ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗവർണറെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയ വ്യാപാരി വ്യവസായികളുടെ നിലപാടിനെതിരെയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് നേരത്തെ തന്നെ വ്യാപാരി വ്യവസായികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടി ഗവർണർ എത്തും. അദ്ദേഹം എറണാകുളത്ത് നിന്നാണ് വരിക. അദ്ദേഹത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പരിപാടിയിൽ പ്രത്യേക സുരക്ഷ ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് നിലവിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ട ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഹർത്താൽ പൂർണ്ണമായിരിക്കും, സമാധാനപരമായിരിക്കും എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഗവർണർ എത്തുന്ന ഘട്ടത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വെങ്ങല്ലൂർ മുതൽ അതോടൊപ്പം ഈ പരിപാടി നടക്കുന്ന മെർച്ചൻസ് അസോസിയേഷൻ ഹാൾ വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഔദ്യോഗികമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം ഇടതുപക്ഷം എടുത്തില്ല എങ്കിൽ പോലും SFI പോലെ DYFI പോലുള്ള സംഘടനകൾ അവർ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗവർണർ പോകുന്ന ഇടങ്ങളിൽ കരിങ്കൊടി കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെയും തൊടുപുഴയിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് മുന്നണികൾക്കുള്ളിൽ തന്നെ വലിയ പോര് തൊടുപുഴയിൽ നടക്കുന്നത് കണ്ടു. ഈ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കും എന്നായിരുന്നു ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചത്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. ഇടുക്കി ജനതയെ സംബന്ധിച്ചിടത്തോളം ഭൂപതിവ് ഭേദഗതി എന്ന് പറയുന്നത് അവരുടെ എക്കാലത്തെയും ആവശ്യമാണ്. നിർമ്മാണ നിരോധനങ്ങൾ ഇടുക്കിയുടെ വികസന പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം, ഏറെ നാളത്തെ പോരാട്ടത്തിന് ശേഷം ഒരു നിയമസഭ പാസ്സാക്കിയത്. പക്ഷേ ആ നിയമത്തിൽ ഒപ്പിടാതെ ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ രാജ്ഭവനില്ലാതെ ഗവർണറെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയത് ഇടുക്കി ജനതയിലെ മലയോര ജനതയിലെ ജനങ്ങളോടുള്ള തികച്ചും ജനവിരുദ്ധമായ നിലപാട് എന്നൊരു രീതിയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. BJPയും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇടുക്കിയിൽ ഇന്ന് ഒരുപക്ഷെ പ്രതിഷേധങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. പ്രജിൻ. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.